നല്ലൊരു വേപ്പില ചട്നി ഉണ്ടാക്കിയെടുത്താലോ. രാവിലെ നമുക്ക് കറിക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചാറേറിക്ക് പകരമായിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ലൊരു വേപ്പില ചട്നിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചോറിന് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് രാവിലെ അമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കുറച്ച് കൂടുതൽ കറിവേപ്പില എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു 5-8 ചുവന്നുള്ളി എടുക്കുക. പിന്നെ വറ്റൽമുളക് ഒരു 5-6 വറ്റൽമുളകും, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി എടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി എടുക്കുക കേട്ടോ. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്, കണ്ണിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. ഈ ആസ്ട്രബിളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഈ ഒരു ചമ്മന്തി കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഒരു കുറച്ച് തേങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നമുക്കത് ഇതുപോലെ ഒന്ന് കൊത്തിയെടുത്താൽ മതി. നമുക്കത് ചിരണ്ടി എടുക്കാനായിട്ടുള്ള രാവിലെയൊക്കെ തന്നെയാണ് നമുക്ക് എളുപ്പത്തിൽ തേങ്ങ ചിരണ്ടാനായിട്ട് പോകേണ്ട, കൊത്തി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ ചട്ടിയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം കേട്ടോ. ഇനി ഒരു 5-8 വറ്റൽമുളക്, നിങ്ങൾക്ക് എരിവ് എന്തോരം വേണോ അതിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണം എന്നുള്ള ആൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ വേപ്പിലകളും ഇതുപോലെ അങ്ങോട്ട് ഊരിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ല വേപ്പിലയൊക്കെ നല്ല എണ്ണ കിടന്ന് മുരിഞ്ഞ് പൊട്ടി വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വേപ്പിലെല്ലാം തന്നെ ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വറുത്ത് കൊടുക്കാം. എത്ര ദിവസം ഇരുന്നാലും ഈ ഒരു ചട്നി കേടാവത്തില്ല കേട്ടോ. നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ആ ഒരു അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ, ആ ഒരു ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ ആ ഇട്ട് വഴറ്റണതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം കോളേജ് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നതെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഇപ്പോൾ കറിക്കില്ല എങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ഓരോരോ പീസുകൾ നമുക്കത് എടുത്ത് വെച്ച് കൂട്ടുവാണെങ്കിൽ നമുക്ക് ചാറുകറി ഇല്ലെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനൊക്കെയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ കൊട്ടാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ ഈ ഒരു തേങ്ങയുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ചെമ്മീൻ ചേർത്ത് അരക്കണം എന്ന് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്മൾ ഈ വയറ്റിൻ്റെ കൂട്ടത്തിലേക്ക് ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ കൂടിയിട്ട് വയറ്റാം കേട്ടോ. ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ രീതിയിൽ എടുക്കാം. പക്ഷേ ചെമ്മീൻ ഇടുമ്പം ചെമ്മീൻ ചമ്മന്തിയാവും, വേപ്പില ഇട്ടുണ്ടാക്കുവാണെങ്കിൽ വേപ്പില ചട്നി ആവും കേട്ടോ. അത്ര ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. സിമ്പിളായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് കഞ്ഞിക്കൊക്കെ ഒപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൂട്ടാനായിട്ട് നല്ല ഒരു ചാറുകറി ഇല്ലെങ്കിൽ പോലും കൂട്ടാനായിട്ട് നല്ലൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ടിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് എണ്ണ ചേർത്ത് നമ്മൾ മിക്സിയിൽ കറക്കി എടുത്തത് കൊണ്ട് തന്നെ ഇനി ഇതിനകത്തൊക്കെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ എടുത്തിട്ടിട്ട് നമുക്കത് കൈ കൊണ്ട് ഇതുപോലെ ഒന്നും കൂടി ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് കഷ്ണങ്ങളായിട്ട് നമുക്ക് ഒരു ടിന്നിലേക്ക് എടുത്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഡെയിലി ഇപ്പം കറി ഉണ്ടാക്കാനൊക്കെ പറ്റാത്ത ദിവസങ്ങളിലേക്കും ഓരോ കുഞ്ഞ് ബോൾ വെച്ചിട്ട് നമുക്ക് അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മീൻ പൊരിച്ചതോ പപ്പടം പൊരിച്ചതിൻ്റെ ഒക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയാണ്. ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാനിപ്പോൾ ചാറുകറി ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചട്നിയാണ് കേട്ടോ. അപ്പം ഇന്ന് കളമശ്ശേരിക്ക് 2 പൊതിച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുത്ത ചട്നിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ചട്നി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരുടെയും കുട്ടികളുടെ കറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പം നല്ലൊരു വീഡിയോ കാണാം. ബൈ.